Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു വയോജന ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം ഈ വർഷം മാറി എന്നുള്ളത് നമുക്കറിയാം. വൃദ്ധജനങ്ങൾ, വയോജനങ്ങൾ അധികരിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ വരുത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. വയോജന കമ്മീഷൻ ഉണ്ടാക്കി കേരളം. വയോജന ക്ഷേമ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കി. എന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ കാണുന്നത് വാർദ്ധക്യത്തോടടുക്കുന്ന ഒരു സമൂഹത്തെയാണ്. കൂടുതലും ജോലി ചെയ്യേണ്ട പ്രായം ഏകദേശം ഒരു 50-60 വയസ്സിന് താഴെയുള്ളവരെക്കാൾ കൂടുതൽ അതിനു മുകളിൽ പ്രായമുള്ളവർ ജനസംഖ്യയുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ പകുതിയിൽ ഏറെ നിലനിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 75ആണ്. അതിനി 80, 85, 90 ഒക്കെ ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉഷാറാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ദീർഘിച്ചു പോകും. ഇപ്പം നമ്മളൊക്കെ അള്ളാഹു വിധി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് അള്ളാഹു ചിലപ്പോൾ ആയുസ് തന്നേക്കും എന്നാണ് നമ്മൾ ഈ കണക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വരുന്ന തലമുറയും അങ്ങനെ തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട്. മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അനുസരിച്ചുണ്ടാവാം. പക്ഷേ ഈ പോകുന്ന കണക്കനുസരിച്ച് ഒരുപാട് വൃദ്ധർ നമുക്കുണ്ടാകുമെന്ന് മാത്രമല്ല, വാർദ്ധക്യ കാലഘട്ടം നല്ല കാലഘട്ടത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരുന്ന ഒരു പ്രതിഭാസം. നമ്മൾ കൂടുതലും വൃദ്ധരായി ജീവിക്കുന്ന കാലഘട്ടം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചതിൻ്റെ അത്രത്തോളം നമ്മൾ വൃദ്ധരായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ തന്നെ മനസ്സിൽ വളരെ പേടിയാണ്. വാർദ്ധക്യത്തെ പേടിക്കുന്നവർ അത് യുവാക്കളിലും മധ്യവയസ്കരിലും വൃദ്ധന്മാരിലും എല്ലാം ഉണ്ട്. വാർദ്ധക്യത്തെ പേടിക്കുകയാണ്. എന്താകും എൻ്റെ അവസ്ഥ എന്നുള്ള ചിന്ത മധ്യവയസ്കനായ ഒരാളുടെ മനസ്സിൽ മുളപൊട്ടി തുടങ്ങുമെന്നുള്ളതാണ്. ഒരു 40-50 ഒക്കെ ആകുമ്പോൾ ആ പേടി, ആ ആങ്സൈറ്റി, ഉത്കണ്ഠ മനസ്സിലെങ്ങനെ നിറയും. അപ്പോൾ പല കാര്യങ്ങളും പല ആളുകളും മധ്യവയസ്കതയിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന മിഡിൽ ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അധികരിച്ചു വരികയാണ് പലരുടെയും മനസ്സിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുണ്ടോ
എനിക്ക് നേടിയെടുക്കാനൊക്കെ ഉള്ളത് നേടിയെടുത്തോ, ഇനി എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഇപ്പം ചെയ്തു തീർക്കണം എന്നുള്ള നിലയിൽ ഉത്കണ്ഠ വരുന്ന ഒരവസ്ഥ, അതിനുവേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ പോകും. ഈ മിഡിൽ ലൈഫ് ക്രൈസിസിൻ്റെ പ്രത്യേകത അതിനൊരു ദിശയില്ല. ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച് മനുഷ്യന്മാർ വ്യത്യസ്ത ദിശയിലേക്ക് ആ മധ്യവയസ്കരാകുമ്പോൾ മാറിപ്പോകും. ചിലർ ആസ്വാദനങ്ങളുടെ പിന്നിലോടും. ഇതുവരെ എനിക്ക് ആസ്വാദിക്കാൻ കഴിയാത്ത എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ഫുഡുണ്ടോ, എന്തൊക്കെ ആസ്വാദനങ്ങൾ ദുനിയാവിലുണ്ടോ, എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ, അതൊക്കെ കാണണം, കേൾക്കണം, അതെല്ലാം ആസ്വദിക്കണം എന്നുള്ള ചിന്തയിലേക്ക് ചില ആളുകൾ പോകുകയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഡിപ്രഷനിലാവാണ്. എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല, എനിക്കിനി ചെയ്യാനുള്ള വഴിയില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതം പരാജയമാണ്, ഞാൻ വാർദ്ധക്യത്തിലോട് അടുത്തു കഴിഞ്ഞു എന്നുള്ള ആശങ്കയും നിരാശയും, അങ്ങനെ കുറേ ആളുകൾ. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ മധ്യവയസ്കതയിലെ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, സ്വന്തം ജോലിയെ, സ്വന്തം കുടുംബത്തെ, സ്വന്തം വിവാഹത്തെ, സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം ജീവിത ചോയ്സുകളെ, തെരഞ്ഞെടുപ്പുകളെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, അതിലൊക്കെ ഖേദം വരുന്ന അവസ്ഥയിലേക്ക് മധ്യവയസ്കനാവുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ നിരയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ ആശങ്കപ്പെടുന്ന, നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് വരുന്നു? അതൊരു വിശ്വാസിയുടെ മനസ്ഥിതിയിലേക്ക് അവൻ വന്നിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തെ നമ്മൾ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ പേടിക്കേണ്ടതോ വിഷമത്തോടു കൂടി കാണേണ്ടതോ ആയ പ്രായമേ അല്ല. ഞാൻ പറയുന്നത് പിച്ചുംപേയും പറയുന്ന കിബറുൽ ഉംറല്ല. ഏറ്റവും വാർദ്ധക്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാനോ പറയാനോ പോലും കഴിയാത്ത അവസ്ഥയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് 60 കഴിഞ്ഞുള്ള ആ കാലഘട്ടം, ആ കാലഘട്ടത്തെ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആത്മീയതക്കനുസരിച്ച് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും വാർത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇതുവരെ നമ്മളുടെ മനസ്സിൽ ആത്മീയത ഉണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും നന്നാവണമെന്ന ആഗ്രഹമുണ്ട്, നമുക്ക് ഒരുപാട് അള്ളാഹ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കണമെന്ന ആഗ്രഹമുണ്ട്, ഇതുവരെ ഓതിയിരുന്നതിനേക്കാൾ കൂടുതൽ ഖുർആൻ ഓതണമെന്ന ആഗ്രഹമുണ്ട്, ഇതുവരെ ഞാൻ കുടുംബവുമായി എത്രത്തോളം ബന്ധമുണ്ടാക്കിയിരുന്നോ, എൻ്റെ കുട്ടികളുമായി എത്രത്തോളം സമയം ചെലവഴിച്ചിരുന്നോ, എൻ്റെ ഭാര്യയോട് എത്രത്തോളം ഞാൻ ഇണങ്ങി സംസാരിച്ചിരുന്നോ, അതിനേക്കാളധികം ഇനിയും ആവണമെന്നുള്ള താല്പര്യം നമ്മളുടെ മനസ്സിൽ ആത്മീയമായുണ്ട്. അതിന് നമ്മളുടെ ശരീരവും നമ്മളുടെ സമയവും നമ്മളുടെ പ്രായവും അനുവദിക്കാത്ത കാലഘട്ടമായിരുന്നു ഇതുവരെ. ആ മധ്യവയസ്കത വരെ നമ്മളുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു. നമ്മളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആത്മീയമായ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലി ചെയ്യാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും ഓടാനും തളരാനും ഒക്കെയുള്ള ആ ഒരു സമയമായിരുന്നു. പക്ഷെ വാർദ്ധക്യത്തോടുകൂടി കടക്കുമ്പോൾ നമ്മളുടെ ശരീരം നമ്മളോട് പറയുന്നു, നമ്മളുടെ സമൂഹം നമ്മളോട് പറയുന്നു, നമ്മളുടെ കുടുംബം നമ്മളോട് പറയുന്നു, ഇനി നിങ്ങൾക്ക് ആത്മീയമായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സമയം ഇതാ എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രായമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം എന്ന് പറയുന്നത്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഡിപ്രഷൻ്റെ കാരണമാകും, എങ്ങനെ ആങ്സൈറ്റി ഉണ്ടാക്കും, എങ്ങനെ ഉത്കണ്ഠ ഉണ്ടാക്കും? അവനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് ശരീരം മാറാണ്. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ വിരാമം വരുന്നതോടുകൂടി ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങളിലേക്ക് പോകും. ആകെ 3 ജീവികൾ മാത്രമാണ് ഈ ലോകത്ത് ആർത്തവ വിരാമം, കുട്ടികൾ ജനിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പോകുന്നത്. അത് മനുഷ്യരും തിമിംഗലവും ആനയുമാണ്. ഈ 3 സസ്തനികൾ അല്ലെങ്കിൽ ഈ 3 മൃഗങ്ങൾ, ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നു? ഈ 3 ജീവികളെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തലച്ചോറും ഉള്ളത് ഈ 3 ജീവികൾക്കാണ് എന്നുള്ളതാണ്. ഈ ആർത്തവ വിരാമത്തിന് തൊട്ടു മുമ്പ് സ്ത്രീകൾ ഒരു പെരിമെനപ്പോസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാണ്. ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ഒരുപാട് പ്രയാസം ഉണ്ടാകും, അമിതമായ ഉത്കണ്ഠ അവർക്ക് വരാൻ തുടങ്ങും. എല്ലാത്തിലും പെട്ടെന്ന് ഉത്കണ്ഠ വരുന്ന, ടെൻഷൻ വരുന്ന, ആങ്സൈറ്റി വരുന്ന അവസ്ഥയിലേക്ക് പോകും. നിർവഹണശേഷി കുറയും. പലതും മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ വരും. നന്നായി ഉണ്ടാക്കിയിരുന്ന ഒരു കറി അതിപ്പോൾ അത്ര നന്നായി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മനസ്സും ശരീരവും മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ വരും. തലച്ചോറിലൊരു മന്ദത വരും, ആശയക്കുഴപ്പങ്ങൾ ചെറുതായി വരാൻ തുടങ്ങും. വാക്കുകൾ ഇതുവരെ കിട്ടിയിരുന്ന, പെട്ടെന്ന് നാവിലേക്ക് വന്നിരുന്ന പദങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റാൻ തുടങ്ങും. ആളുകളെ പേര് വിളിക്കുമ്പോൾ കൂട്ടത്തിൽ വേറെ പേരും കൂടി വിളിക്കുന്ന അവസ്ഥ വരും. ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകും. അതുകൊണ്ട് തന്നെ 5-1 സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി അവസാനിപ്പിക്കുമെന്നൊക്കെ കണക്ക് കാണാം.
പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുമല്ല നടക്കുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുരുഷ ഹോർമോണുകൾ കുറയാൻ തുടങ്ങും. നമ്മളുടെ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ജോലി ചെയ്യാനും നേടിയെടുക്കാനും കോപിക്കാനും ചീത്ത പറയാനും എല്ലാം ചെയ്യാൻ പൗരുഷമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെ കുറയാൻ തുടങ്ങും. ഓരോ വർഷവും 1-2% നമ്മളുടെ പുരുഷ ഹോർമോണുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് നമുക്കതിന് പകരം നമ്മളുടെ ശരീരത്തിൽ 40 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ത്രീകൾക്ക് കൂടുതലുള്ള ഹോർമോണുകളാണ്. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ, അതുപോലെ തന്നെ നൈർമല്യവും സൗമ്യതയുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ, ഇതൊക്കെ അധികരിക്കാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വമന്നു അമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രായം ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കാര്യം കൂടി അധികരിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രകൃതത്തെ അള്ളാഹുവിലോട് കൂടുതൽ ചേർക്കാൻ, മതത്തോടും ആത്മീയതയോടുകൂടി ജീവിക്കാനുള്ള ശൈലിയിലേക്ക്, കുടുംബവുമായി കൂടുതൽ ഇണങ്ങാനുള്ള ശൈലിയിലേക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. ആ മാറ്റത്തെ നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദല്ലാഹു അസ്സ വജൽ ബി അബ്ദിൻ ഖൈറൻ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകണമെന്ന് വിചാരിച്ചാൽ, അല്ലാഹ് അയാളെ ഇഷ്ടപ്പെടുന്നു, അയാൾക്ക് നന്മ ചെയ്യണം, അയാൾക്ക് നല്ലതുണ്ടാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹു എന്താ ചെയ്യുക? അസലഹു. അല്ലാഹുവിൻ്റെ റസൂൽ മറ്റ് ഹദീസിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രത്യേക പ്രയോഗം, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനിലിടും എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ തേനിലിടുക എന്ന് പറഞ്ഞാൽ? ഹൽ തദ്റൂന അസലഹു, എന്താണ് ഈ അസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യനെ പിടിച്ച് തേനിലിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഖാലു അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും പിന്നെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വഹാബികൾ ചോദിച്ചു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറയാണ്, യഫ്തഹുല്ലാഹു അസ്സ വജല്ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ മൗതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മരണത്തിന് മുമ്പുള്ള സമയത്ത് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. നന്മ ചെയ്യാൻ അവന് മനസ്സുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയിരുന്നില്ല. ജോലിയാണ്, തിരക്കാണ്, കുടുംബമാണ്, ഒരുപാട് മാനേഴ്സുകളും ഉപചാരങ്ങളും ജീവിതത്തിലുണ്ട്, പലതും പാലിക്കണം. ആരെങ്കിലും വിരുന്നിന് വിളിച്ചാൽ അപ്പം പോകണം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം. ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞിരുന്ന, എല്ലാം ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്, ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് മുമ്പ് അവന് മധുരിമ നൽകുകയാണ്. അവൻ്റെ ജീവിതത്തെ മധുരിമ തേനൂറുന്നതാക്കി മാറ്റുകയാണ്. അതെങ്ങനെയാണ്? സൽക്കർമ്മം ചെയ്യാനുള്ള ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മരണത്തിന് മുമ്പ് കൊടുക്കും. അപ്പോൾ ഈ അവസരം കൂടിക്കിട്ടുകയാണെങ്കിൽ, ഈ നന്മ ചെയ്യാനുള്ള വീട്ടിലിരുന്ന്, പള്ളിയിലിരുന്ന് അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനൊക്കെ ഉള്ള സമയം അധികരിക്കുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വാർദ്ധക്യം അതിനാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് റസൂൽ പറയാണ്, ഹത്താ യർള അൻഹു ജിറാനുഹു ഔ മൻ ഹൗലഹു, എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ മധുരിമ എത്രയായിരിക്കും, അവൻ്റെ തേനൂറുന്ന സ്വഭാവം എത്രയായിരിക്കും? ഹത്താ യർള അൻഹു ജിറാനുഹു, അവൻ്റെ അയൽവാസികൾ അവനെ തൃപ്തിപ്പെടാൻ തുടങ്ങും. ഔമൻ ഹൗലഹു, അവൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, അവനോട് ഭയങ്കര തൃപ്തി ഉണ്ടാവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പെരുമാറ്റം മാറാണ്. ഇതുവരെ നമുക്കുണ്ടായിരുന്ന പുരുഷ ഹോർമോണുകളായിരിക്കാം ചിലപ്പോൾ നമ്മളെ അവരോടൊക്കെ നല്ല ഇണക്കത്തോടു കൂടി പെരുമാറാൻ സഹായിച്ചിട്ടില്ലാതിരിക്കാം. പക്ഷേ ഇപ്പോൾ അത് മാറി. നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ ചേർക്കാനുള്ള ശരീരത്തിലെ കെമിസ്ട്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് മാറ്റാണ്. അപ്പം നമുക്ക് നന്നായി പെരുമാറാൻ പറ്റും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രായം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അവർക്ക് വാസോപ്രസിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഹോർമോണ് സയൻറ്റിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഗുഡ് ഹസ്ബൻഡ് ഹോർമോൺ എന്നാണ്, നല്ല ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന ഹോർമോൺ എന്നാണ്. കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറുന്ന നമ്മളുടെ ഹോർമോണുകൾ 40 കഴിഞ്ഞാൽ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മളുടെ കൂടെയുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോട്, മക്കളോടൊക്കെ എന്തെങ്കിലും സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സഹായം തരും. നമ്മുടെ കെമിസ്ട്രി അല്ലാഹു മാറ്റിത്തരും. നമ്മളുടെ ശരീരത്തിലെ ഓരോ പ്രചോദനങ്ങൾ അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. അവരോട് നന്നായി പെരുമാറാൻ, അവരോട് നല്ല രൂപത്തിൽ നിലപാടുകൾ എടുക്കാൻ, അവരുടെ തെറ്റ് കണ്ടാൽ അമർഷവും കാർക്കശ്യവും വരാതെ കാരുണ്യം വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് വാർദ്ധക്യം എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മളെ തടയുന്നതെല്ലാം മാറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ആത്മീയതയിൽ യോജിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു മറിയമിൽ. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ. എൻ്റെ റബ്ബേ, എൻ്റെ മുടിയെല്ലാം നരച്ചിട്ടുണ്ട്, അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, എൻ്റെ അസ്ഥികളൊക്കെ നുരുമ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വളരെ തളർന്നിട്ടുണ്ട്, അത് മുന്നോട്ട് പോകാനും ഒരുപാട് കായികമായി പ്രവർത്തിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ റബ്ബെ ഞാൻ ഇപ്പോഴും തളർന്നിട്ടില്ല. അതാണ് ആ പ്രായത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരുപാട് ജോലികളില്ലാത്ത ഒരു പ്രായം, ഇനി നമ്മളോട് ജോലി ചെയ്യാൻ സമൂഹം നമ്മളോട് പ്രേരിപ്പിക്കുകയും ചെയ്യാത്തൊരു പ്രായം. അപ്പം നമുക്ക് ആ ജോലിയുടെ സമയം കൂടി അള്ളാഹുവിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റി നിർത്താം. ആരും ഒന്നും പറയില്ല. 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ ഒരു മനുഷ്യൻ പള്ളിയിലിരുന്ന് ജോലി ചെയ്യേണ്ട സമയത്ത് എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആരാ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന്? അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും ആ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ബാധ്യതയായി കുടുംബത്തെ പുലർത്തുക എന്നുള്ളത് വരുത്തിയിട്ടില്ല. കാരണം അത് നമ്മുടെ ചെറുപ്പകാലത്ത് ചെയ്തു കഴിഞ്ഞു. ഉപചാരങ്ങൾ കുറയും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഉപചാരങ്ങൾ തെറ്റിച്ചാൽ, ഒരു 60-70 വയസ്സായ ഒരു മനുഷ്യൻ, ഒരു വൃദ്ധൻ എന്തെങ്കിലും ഉപചാരം തെറ്റിച്ചു എന്ന് വിചാരിച്ചാൽ ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് നമുക്ക് ആ തരം ആശങ്കകൾ, സാമൂഹികമായ ആശങ്കകളൊക്കെ മാറ്റി നിർത്താം. പിന്നെ നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ നന്മകളെയും ഒക്കെ പൊളിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നത്. ഈ ലൈംഗികമായ പിന്നെ ആസ്വാദനത്തിനോടുള്ള ആവേശം, ആ ഒരു പ്രേരണ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കൊണ്ടുവരും. 40 കഴിയുന്നതോടുകൂടി ചില ആളുകൾക്ക് പിന്നെ മെനപ്പോസിന് പകരം പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന മെനപ്പോസ് എന്ന് പറഞ്ഞിട്ട് മെനപ്പോസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നൊക്കെ കണക്കുകൾ കാണാം. അതെന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ തൃഷ്ണ എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു വരും വാർദ്ധക്യത്തോടു കൂടി അടക്കുന്നവർ. അതാണ് അള്ളാഹു നമ്മളുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരായിട്ട്, ഇത് നിൽക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ലൈംഗികത നല്ല ഉഷാറായിട്ട് തന്നെ നടക്കണം എന്ന മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ തൃഷ്ണ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമല്ലേ? നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. നമ്മൾക്ക് അത്തരം തിന്മകളിലേക്കുള്ള ചിന്തകൾ വരുന്നില്ല. അതുപോലെ തന്നെ സ്വഭാവത്തിലെ മാർദ്ദവം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അധികരിച്ചു വരും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തരുന്നത് വാർദ്ധക്യത്തിൽ അള്ളാഹിനോട് അടുക്കാനാണ്, കുടുംബത്തോട് അടുക്കാനാണ്, പരമാവധി നന്മ ചെയ്യാനാണ്, കൂടെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മരിച്ചു പോകാനാണ്. അതിന് അള്ളാഹു ഒരുക്കിത്തരാണ് നമ്മളുടെ വാർദ്ധക്യം. ആ പ്രകൃതിക്ക് വിരുദ്ധമായി ആഗ്രഹിക്കാനും പണിയെടുക്കാനും നമ്മൾ നിൽക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പാക്കി തന്നിട്ട് വാർദ്ധക്യം നമുക്ക് അള്ളാഹുവിനോടും കുടുംബത്തോടും ആത്മീയതയോടും അടുപ്പിക്കുന്ന രൂപത്തിൽ നമ്മളെ പ്രകൃതി ആക്കി തന്നിട്ട് അതിനെതിരെ പ്രകൃതത്തെ മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ജോലിയിൽ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് അതിലിങ്ങനെ മുഴുകി അതിനെ മാത്രം ആ സമയത്ത് പോലും ഏറ്റവും വലിയ കാര്യമായിട്ട് നിൽക്കുന്ന, അത് മാത്രം ചിന്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പാക്കി തന്നിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ സാമൂഹികമായ ഇടപാടുകളും ബാധ്യതകളും ഒക്കെ ഒന്ന് കുറക്കുക. എന്നിട്ട് നമ്മൾക്ക് പരലോകത്തേക്കുള്ള ചിന്തയും അതിനുള്ള പണിക്കും വേണ്ടി ചിന്തിക്കാനും സമയം മാറ്റിവെക്കാനും നമ്മൾ ശ്രമിക്കുക. എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് കണ്ടു, അതിനെന്തായാലും മറുപടി കൊടുക്കണം. ആ പ്രായമൊക്കെ കഴിഞ്ഞു. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് രാഷ്ട്രീയവും സിനിമയും ഫാഷനും ഒക്കെ ഫോളോ ചെയ്യേണ്ട ഒരവസ്ഥ നമുക്കിനില്ല. ഇനി നമുക്ക് അന്താരാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനപ്പുറം, സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനപ്പുറം പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു സമയമാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ആ ചിന്ത 60 കഴിഞ്ഞിട്ടും നമുക്ക് വരുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്ർ കഴിഞ്ഞു എന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് നോക്ക്, സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, 3 ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കില്ല. വല യുസക്കിഹിം, അവർക്ക് എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അല്ലാഹു അവരെ പരിഷ്കരിക്കില്ല. വല യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും കിട്ടാത്ത 3 ആളുകൾ. ആ ആളുകൾ ആരൊക്കെയാണെന്നറിയോ? ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത് ശൈഖുൻ സാനിൻ, വ്യഭിചാരിയായ വൃദ്ധൻ എന്നുള്ളതാണ്. വ്യഭിചാരിയായ വൃദ്ധൻ.
വമലിക്കുൻ കദ്ദാബ്, നുണ പറയുന്ന ഭരണാധികാരി, വായിലും മുസ്തക്ബിർ, ഒന്നും ഗതിയില്ലാഞ്ഞിട്ടും വലിയ അഹങ്കാരവും ദുരഭിമാനവുമായി നടക്കുന്ന ദരിദ്രൻ. ഈ 3 വിഭാഗത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗികതയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ ഓടേണ്ടതല്ല, എന്തെങ്കിലും ലൗകികമായ തൃഷ്ണക്ക് പിന്നിൽ ഓടേണ്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രകൃതം തന്നെ മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള രൂപത്തിലാക്കി തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിൽ ഓടിയാൽ നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ തിന്മ ചെയ്ത ആളുകൾ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യന്മാർ എന്ന് പറയുന്നത്. ഒരു യുവാവ് വ്യഭിചരിക്കുന്നത് പോലെയല്ല ഒരു വൃദ്ധം വ്യഭിചരിക്കുന്നത്. ലൈംഗികമായ തൃഷ്ണക്ക് പിന്നിൽ ഒരു യുവാവോ മധ്യവയസ്കനോ ഓടുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഒരു വൃദ്ധൻ്റെ മനസ്സോടുക എന്നുള്ളത്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഒന്നും തെറ്റല്ല എന്നല്ല, നേരെ മറിച്ച് തെറ്റിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളുടെ പ്രകൃതം അതിന് വിരുദ്ധമാക്കി തന്നിട്ട് അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. നമ്മളുടെ തൊട്ടടുത്തല്ലേ കഴിഞ്ഞ കൊല്ലം ഒരു വയസ്സായ 70 വയസ്സുള്ള ഒരു മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്താണ്? ചെറിയ കുട്ടികളുടെ പിന്നിൽ, അവരുടെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പിന്നിൽ പോയിക്കൊണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, ആ പ്രായത്തിൽ 70ൻ്റെ വയസ്സിലും ഞാൻ ഇതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ പറയുന്നു വേണ്ട, ഇനി നീ ആ മരണത്തിന് വേണ്ടി നീ സമ്പാദിക്ക്, അള്ളാഹിനെ പറ്റി നീ ഓർക്ക്, നീ ആത്മീയതയ്ക്ക് വേണ്ടി നീ സമ്പാദിക്ക്, നിനക്ക് കുടുംബത്തോടും മക്കളോടും ഭാര്യമാരോടൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ മോശം പെരുമാറുണ്ടായിട്ടുണ്ടോ അതൊക്കെ മാറ്റിയിട്ട് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ നിനക്കുള്ള അവസരമാണ്, നിൻ്റെ ശരീരം ഞാൻ അങ്ങനെ ഒരുക്കിത്തരാണെന്ന് അള്ള പറഞ്ഞിട്ട്, അള്ള നമുക്ക് ശരീരം അങ്ങനെ ആക്കി തന്നിട്ട് എന്നിട്ടും ഇതിന് പിന്നിൽ ഓടുക എന്നുള്ളത് എത്ര പ്രയാസകരമായൊരു കാര്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നമ്മൾ ഓടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ്. ഉപചാരങ്ങൾ എന്ന് പറയുമ്പോൾ താരതമ്യേന നമ്മൾ നോക്കി, നമ്മളെ ഡ്രസ്സ്, നമ്മളുടെ ഹെയർ സ്റ്റൈല്, വിരുന്നുകൾ, ഇതൊന്നും അത്ര പ്രാധാന്യത്തോടു കൂടി ഓർക്കേണ്ട, അത്ര കണിശമായി പാലിക്കേണ്ട ഒരു പ്രായമല്ല അത്. ഏതെങ്കിലും ഒരു നമ്മളുടെ മുടിയും തലയുമൊക്കെ നരക്കുകയോ അല്ലെങ്കിൽ കോലല്ലാതാവുകയൊക്കെ ചെയ്താൽ അതിനൊന്നും ആളുകൾ വിമർശിക്കുന്ന, ഇയാൾക്കൊരു ശ്രദ്ധയില്ല എന്ന് പറയുന്നൊരു പ്രായമല്ല അത്. അപ്പോഴും സുന്ദരനായും എല്ലാ നിലത്തിലും ഒരു ചുളിവ് പോലും ഇല്ലാത്ത രൂപത്തിൽ നടക്കണമെന്ന് ശാഠ്യം പിടിച്ച് അതിൽ പ്രാധാന്യം നൽകി അതിനുവേണ്ടി നമുക്ക് കിട്ടിയ സമയമൊക്കെ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വാർദ്ധക്യത്തിൽ പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഈ ജോലിയുടെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യയോട് എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ഇനി ഇല്ലാതെ എന്നും ഭാര്യയോട് നല്ല കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ്, പേരക്കുട്ടികളുമായി കളിക്കാനുള്ള അവസരമാണ്. എന്തെങ്കിലും ദേഷ്യവും അടിയും ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അവരോടിനി നന്മ ചെയ്യാനുള്ള അവസരമാണ്. ഇതൊന്നും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. മകളുടെ പ്രസവം ഉണ്ടെങ്കിൽ അതിന് കാണാൻ മാത്രം വരുന്ന ഒരു വല്യമ്മായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവില്ലാതാക്കിയിരിക്കുകയാണ്. പ്രസവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുകയാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയാണ്, ആ പെണ്ണുങ്ങൾക്ക് പ്രസവം എന്ന് പറയുന്നത്, ആർത്തവം എന്ന് പറയുന്നത് നിർത്തിയതിൻ്റെ ഹിക്മത്ത് ചിലപ്പോൾ മകളുടെ പ്രസവം അതിനുവേണ്ടി ഒരുക്കാൻ സഹായം ചെയ്യാനായിരിക്കാം, ബുദ്ധിപരമായി സഹായിക്കാം. മകൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മ നിന്നു കൊടുക്കേണ്ടി വരും. ഇന്നത്തെ കാലം നമുക്കറിയാം, ഏതോ ചികിത്സാലയത്തിൽ പോയി അവിടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തി അവിടെ വരുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന ഏറ്റവും ക്രൂരമായ മനുഷ്യന്മാർ ജീവിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളുടെ മോളെ നോക്കുക, നമ്മളുടെ മോളുടെ മക്കളെ നോക്കുക, പ്രസവിച്ച കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് ഒരിക്കലും യുക്തിപരല്ല. അത് നോക്കാൻ 2 പെണ്ണുങ്ങളായിട്ട് അവിടെ ഉണ്ടാകണമെന്നുള്ളതാകാം മെനപ്പോസ് എന്ന് പറയുന്നൊരു കാര്യം സ്ത്രീകളിൽ ഉണ്ടാക്കാൻ കാരണം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയാണ്. അപ്പം നമ്മളെ കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുണ്ടാകണം. അവൾ ഉറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് കുട്ടീനെ നോക്കാനും അതിനുശേഷം താൻ ഉറങ്ങി മകൾക്ക് കുട്ടിയെ കൈമാറാനും ഇങ്ങനെ സഹായത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ, സഹായങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ, മകൾക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വീട്ടിൽ നിന്ന് മക്കളെ നോക്കാൻ, ഇതിനൊക്കെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രായം തന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. അതിലെ പ്രയാസങ്ങളൊക്കെ സഹിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുകയും എന്നിട്ട് നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി പരമാവധി നന്മ അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറാവണം. ഇന്നിപ്പോൾ വിദ്യാഭ്യാസപരമായി പെൺകുട്ടികളൊക്കെ ഉന്നമനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബിനിയായൊരു പെൺകുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ 2 കുട്ടികളുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളെയും കൊണ്ട് സ്ഥാപനത്തിൽ പോകാൻ കഴിയില്ല. എന്തിനാണ് അവിടെ വല്യമ്മ? അവിടെ വല്യമ്മ എന്തിനാണ്?
അവിടെ വെല്ലിപ്പെന്തിനാണ്? ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. കുടുംബിനിയായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വിവാഹത്തെയും കുട്ടികളെയും മുന്തിച്ച കാരണത്താൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളിവിടെ വീട്ടിലിരുന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ പിന്നെ നമ്മളെ ജീവിതം വാർദ്ധക്യം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും ഇത് കൗൺസിലിങ്ങുകളിലൊക്കെ അധികരിച്ചു വരുന്നൊരു പരാതിയാണ്. വല്യമ്മ, വല്യപ്പ, ഉമ്മ, ഉപ്പ വാർദ്ധക്യത്തിലേക്ക് എത്തിയവര് അവർക്കൊന്നും ഇപ്പം മക്കളെയോ പേരക്കുട്ടികളെയോ ഒന്നും ആയിട്ട് സമയം ചെലവഴിക്കാൻ സമയമില്ലാത്ത അവസ്ഥ എന്നുള്ള പരാതികളൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് പാടില്ല. നമുക്ക് ഈ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് നമ്മളുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കളക്ഷൻ എന്നുണ്ടാകുന്നതായിരിക്കും. എല്ലാവരും അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യമെന്ന് പറഞ്ഞാൽ അവന് നന്മകളും അവന് നഷ്ടപ്പെട്ട അവസരങ്ങളുമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായും മാനസികമായും സാമൂഹികമായും നമുക്കൊരു ഘട്ടം നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം ഏറ്റവും പ്രയാസകരമായിരിക്കും. ഇപ്പോൾ ഒരു നിരീശ്വരവാദി ഈ അടുത്ത് അയാൾ പറഞ്ഞത്, വാർദ്ധക്യമായി കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിലപാട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ആ ഒരു മനസ്ഥിതിയിലേക്ക്, ആ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു സമൂഹം വരുന്നത്? എന്തുകൊണ്ടാണ്? വിശ്വാസം മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിശ്വാസം, പരലോകം, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടമല്ല അത്. അത് കൂടുതൽ നന്മ ചെയ്യാനും ഏകാന്തമായി അള്ളാഹുവിനോട് ഖുൽവത്ത് എന്ന് പറയുന്ന ഒരു വലിയ നന്മ, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള സമയമാണ്. ഒരു ചെറിയ സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം, അത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ സലഫുകളിൽ ഒരാൾ, അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം, നടന്നു പോകുന്നതിനിടയിൽ വൃദ്ധന്മാരുടെ ഒരു സമൂഹത്തെ കണ്ടു എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മആശിറ ശുയൂഖ് അമാ അലിംതു അന്ന അസ്സറഅ ഇദാ അബിയൽ വയഇസ് ഇസ്തദ്ദ ഫഖദ് ദനാ ഹസാദുഹു. നിങ്ങൾക്കറിയില്ലേ, ഒരു കൃഷിയിടത്തിൽ കർഷകൻ നോക്കുമ്പോൾ അവിടുത്തെ ചെടികളൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട് എങ്കിൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? അത് കൊയ്യുകയല്ലേ? അതെ എന്നവർ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫസ്തഇദു ഫഖദ് ദനാ ഹസാദുക്കും, നിങ്ങൾ ഇനി കൊയ്യാനുള്ള സമയമാണ്, നിങ്ങൾക്ക് കൊയ്യാനുള്ള സമയമായി. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ ഭൗതികമായി ജീവിതത്തിൽ ഉണ്ടാക്കിയോ ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നന്മ ചെയ്യാനുള്ള അവസരമാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂടെയുള്ളവരോടൊക്കെ നന്നായി പെരുമാറാൻ, മനുഷ്യന്മാരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രൂപത്തിൽ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ തൃപ്തി നേടിയെടുക്കാൻ, അത് നമ്മളെ മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, പേരക്കുട്ടികളാകട്ടെ, അയൽവക്കക്കാരാകട്ടെ, അതിനൊക്കെ ഉള്ള അവസരമാണ്. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല, ളുഹാ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള അവസരമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ കാലഘട്ടം നന്മയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടം ഡിപ്രഷൻ്റെയോ ആങ്സൈറ്റിയുടെയോ അല്ല, അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകളുടെ ഒരു കേദാരമായി വാർദ്ധക്യത്തെ മാറ്റുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്ത സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളുടെ ഈ പള്ളിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.